മിസ്സിംഗ് തന്നെയാണോ ഒന്നുകൂടെ കൺഫേം ചെയ്യണോ? ഞാൻ തന്നെ രണ്ടാമതും കൺഫേം ചെയ്തതാ. അവര് മിസ്സിംഗ് തന്നെയാണ്. ഓ, എന്താ ഉറപ്പ്? അവിടെ വെച്ച് എണ്ണ എടുക്കുമ്പോ എന്തായിരുന്നു തലയില്? ഹിൽ സ്റ്റേഷൻ കണ്ടപ്പോ പിക്നിക്ക് തലയ്ക്ക് പിടിച്ചോ? ഐ അപ്പോളജൈസ് ഫോർ മൈ മിസ്റ്റേക്ക്. ടീച്ചർ ആ നേരത്തെ എവിടെയായിരുന്നു? ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ച് ചോദിക്കുകയും ചെയ്തതാ. ടാലി ചെയ്തപ്പോ കറക്റ്റും ആയിരുന്നു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ടീച്ചറെ ഒക്കുന്നേ? അവിടെ കറക്റ്റ് ആണെങ്കിൽ പിന്നെ ഇവിടെ വരുമ്പോഴെങ്ങനെയാ കുറയുന്നേ? വഴിയിൽ വണ്ടി നിർത്തിയിട്ടില്ലല്ലോ. ഇല്ല. പിന്നെ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ആൻസറബിൾ ആണ്. ഞാനോ? പിന്നല്ലാതെ ഞാൻ ആരോടാ ചോദിക്കേണ്ടത്? ടീച്ചർക്കായിരുന്നില്ലേ പിക്നിക്കിന്റെ ചാർജ്? യു ആർ സപ്പോസ് ടു ബി സെക്രട്ടറി ഓഫ് ദി സ്കൂൾ എന്റർടൈൻമെന്റ് വിംഗ്. ഓക്കേ, ഐ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. ഞാൻ തന്നെ ആൻസറബിൾ. എങ്കിൽ ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ. എനിക്ക് പറയാനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ടീച്ചറെ, ഇപ്പൊ അതും പറഞ്ഞു കേൾക്കേണ്ട സമയമല്ല. 2 പ്രായമായ പെൺപിള്ളേരാണ് മിസ്സിംഗ് ആയിരിക്കുന്നത്. യു ഫസ്റ്റ് ഇൻഫോം ദ പോലീസ്. പോലീസ് അല്ലാതെ പിന്നെ ആരെ അറിയിക്കേണ്ടത്? കമോൺ, ഞാനോട് വരാം. പോലീസ് സ്റ്റേഷനിൽ ഫോൺ ചെയ്ത് വിവരം അറിയിക്കാം. പോലീസ് വന്നാലോ? വരട്ടെ. ആ പിക്നിക് സ്പോട്ടിൽ ഉടനെ ഒന്ന് സെർച്ച് ചെയ്യാൻ ഇവിടുന്ന് മെസ്സേജ് കൊടുക്കാൻ പറയണം. ഇവിടുന്ന് അവരാരെങ്കിലും കൂടെ വരികയായിരുന്നല്ലേ ഞാനും കൂടെ ഒപ്പം പോയെന്ന് നോക്കായിരുന്നു. പോലീസിനെ അറിയിക്കണം, അതിനു മുമ്പ് അരമനയിൽ അറിയിക്കണം, പിള്ളേരുടെ പേരൻസിന് മെസ്സേജ് കൊടുക്കണം. നിമ്മി നിമ്മി പോ.
വല്ലതും ഉണ്ടായിരുന്നേല് അവര് തന്നെയാണെന്ന് ഉറപ്പിക്കായിരുന്നു. മറ്റു ഡിസ്ക്രിപ്ഷൻസും സ്ഥലവും ഒക്കെ വെച്ച് നോക്കുമ്പോ ഏതാണ്ട് അതുപോലെ തന്നെ. നമുക്ക് എന്തായാലും പിള്ളേരെ വിടണ്ട. ആ വാ. ആ, അവര് തന്നെ. പടമില്ലാതെ പോയത് ഭാഗ്യം. പക്ഷെ നാളെ ചിലപ്പോ അതും വരും. സ്കൂളുകാർ കൊടുത്താലേ നാളെ വരുള്ളൂ. സ്കൂളിൽ നമ്മുടെ ഫോട്ടോ ഒന്നും ഇല്ല. അത് ആശാട്ടി വല്ല ക്ലാസ് ഗ്രൂപ്പിലും ഉറുമ്പ് പോലെ നിൽക്കുന്ന തല വെട്ടി എല്ലാവരും ജയിച്ചടിക്കും. ഓ, അതുകൊണ്ടല്ലേ നമ്മളാണെന്ന് തോന്നത്തില്ല. നമ്മുടെ കഴിഞ്ഞ ജന്മാന്ന് സംശയക്കാർക്ക് പോലും തോന്നുള്ളൂ. പടം വരുമ്പോഴേക്കും നമുക്ക് വേറൊന്ന് ചെയ്യണം. അങ്ങനെ ചെയ്താൽ പിന്നെ നമ്മളെ ഒറ്റ ആൾക്കും പിടിക്കാൻ പറ്റില്ല. മുടിയൊന്ന് വെട്ടണം, ഒരു ക്രൂ കട്ട്. അയ്യേ, ഞാനടിക്കും. റിയലി? പിന്നെ കണ്ടോ നീ? നമ്മുടെ വണ്ടി പിടിച്ചു. Hello, youth hostel. Hold on. Hello, youth hostel there? No, we are tourists. We want a room. We are calling from a public call booth. My name is Eileen. Eileen. E-L-E-E-N. No, we are Indians. In fact, my friend knows a little Malayalam. Yeah, I'll get her. ഹലോ, അതെ, ഞങ്ങൾക്കൊരു റൂം വേണം. അതെ, സേ ഒരു 2-3 ദിവസം. യാ, വി ഓൺലി 2. ഓക്കെ, താങ്ക് യു. ചെല്ലാൻ പറഞ്ഞു. ഷീസ് എലീൻ, ഐ എം മായ. മായ? യാ, ആക്ച്വലി ഞങ്ങൾ ഫോക്ക് ആർട്സിനെ പറ്റി പഠിക്കാൻ ഇറങ്ങിയിട്ടുള്ള കക്ഷികളാ. വി ആർ സ്റ്റുഡൻസ് ഓഫ് കഥകളി. You are dancers? സം സോർട്ട് ഓഫ് ഡാൻസേഴ്സ് എന്ന് പറഞ്ഞാ എനിക്ക് നമ്മുടെ ഫോക്ക് ആർട്സിനെ പറ്റി ഒരു പേപ്പർ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ട്. ഇൻഫാക്ട് ഷീസ് എ വണ്ടർഫുൾ ഫോട്ടോഗ്രാഫർ, ദെൻ പെയിന്റർ. Photographer? I am also terribly interested in photography. Come. I will show you my room. Come on. Come. ഇവിടെ വന്ന് താമസിച്ചിട്ടുള്ള മിക്കവാറും എല്ലാ VIPസും എന്നോടൊപ്പം നിന്ന് പടം എടുപ്പിക്കാറുണ്ട്. See, scientists, space travelers, Nobel Prize winners, tourists, writers. How wonderful! He's so photogenic. Neat features. എന്റെ ഫോട്ടോ എടുക്കുന്ന എല്ലാ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സും അത് തന്നെ പറയാറുണ്ട്. ഇന്റർനാഷണൽ കോമ്പറ്റീഷൻസിന് പ്രൈസ് മേടിക്കുന്ന പാർട്ടിയാ. ഓ നൈസ്, കൺഗ്രാറ്റുലേഷൻ. Thank you. I'll take a beautiful You photograph. are welcome. I am only pleased. അങ്കിൾ കോൾ അടിച്ചു. എത്ര ദിവസം എഴുതണം? എത്ര ദിവസത്തേക്കാണ് നിങ്ങളുടെ പ്രോഗ്രാം? അതിവിടെ കിട്ടുന്ന ഫെസിലിറ്റീസിന്റെ അനുസരിച്ചിരിക്കും. ഫെസിലിറ്റീസിനെ കുറിച്ച് നിങ്ങൾ അറിയണ്ട. ലോകത്ത് എവിടെ ഏത് യൂത്ത് ഹോസ്റ്റലിൽ ചെന്ന് ചോദിച്ചാലും ഈ യൂത്ത് ഹോസ്റ്റലിന്റെ പേര് പറയും. ഇറ്റ് ഈസ് സോ ഡിസിപ്ലിൻഡ് ആൻഡ് നീറ്റ്. നിങ്ങളെപ്പോലെയുള്ള ലക്ഷക്കണക്കിന് കുട്ടികൾ ഇവിടെ വന്ന് താമസിച്ചു പോയിട്ടുണ്ട്. They all cherish it as their most precious experience of their life. തൽക്കാലം ഒരു 3 ദിവസത്തേക്ക് എഴുതാം. ഓക്കെ, പിന്നെ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്താൽ മതിയല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഫോക്ക് ആർട്സിന്റെ ഒരു മാസ്റ്ററെ പരിചയപ്പെടുത്തി തരാം. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. മാസ്റ്റർ? അതെ, മിസ്റ്റർ നമ്പീശൻ. കേട്ടുകാണ് നിങ്ങൾ, മിസ്റ്റർ RKG നമ്പീശൻ, കിഴക്കേടത്ത്. ഓ, മിസ്റ്റർ നമ്പീശൻ, ദ ഫേമസ്. എവിടെ കിട്ടും അദ്ദേഹത്തിനെ? You want to meet him? പിന്നെ You want to talk to him? Oh, it's my pleasure. You want to talk to him now?
Now? Now, straight away. Okay. Oh. Oh. ഇതാണോ നീ പറഞ്ഞ ആ സ്ഥലം? ഏത്? ദൂരെ ദൂരെ അങ്ങ് ദൂരെയുള്ള ആ സേഫ് പ്ലേസ്. കണ്ടുപിടിക്കപ്പെടുന്നവര് മാത്രം. അപ്പോഴേക്കും നമ്മൾ ഇവിടെ നിന്ന് പോകും. എന്താ, നിനക്ക് വിശ്വാസമില്ലേ? വിശ്വാസമൊക്കെ ഉണ്ട്. നാളെ തന്നെ പത്രങ്ങളിൽ ഫോട്ടോ വരും. വന്നാലും അതുകൊണ്ടൊന്നും ഇനി നമ്മളെ പിടിക്കാനൊക്കെ ഇല്ല. ഫോട്ടോയുടെ പ്രശ്നം നാളെ ഒറ്റ ദിവസത്തേക്കേ ഉള്ളൂ. അത് നമുക്ക് എങ്ങനെയും കവർ ചെയ്യാം. പിന്നെ ന്യൂസ് വരുന്നത് ഈ പത്രക്കാർക്കൊക്കെ മാക്സിമം ഒറ്റ ആഴ്ചത്തെ ബഹളം വയ്പേ ഉള്ളൂ. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അവർക്ക് 3 പിള്ളേരെ കാണാതെ വേറൊരു ന്യൂസ് കിട്ടും. ഡാഡി അറിയിച്ചു കാണും. അറിയിക്കലൊക്കെ ഇന്നലെ നടന്ന് കാണും. പുള്ളി ഇപ്പൊ പോലീസുകാർക്ക് ആർക്കെങ്കിലും 2 പൊട്ടിച്ചിട്ട് SIയുടെ കൂടെ അങ്ങനെ മിനിങ്ങി നിൽക്കുന്നുണ്ടാവും. ചിലപ്പോ SIയെ ഫിറ്റാക്കിയിട്ടുണ്ടാവും. പിന്നെ എന്റെ മമ്മി ഭോപ്പാലിൽ നിന്ന് ഇതിന്റെ പേരിൽ ഇവിടം വരെ വരികയുമില്ല. അഥവാ വന്നാലും ഇതിന്റെ പേരും പറഞ്ഞ് അവധിയും കളഞ്ഞ് നിൽക്കുകയുമില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സമാധാനിക്കാം. നീ ഒന്ന് വരലാതിരടി മോളെ. ഇതിനേക്കാളൊക്കെ വലിയ ഭയങ്കര ക്രൈംസ്, റിയൽ ക്രൈംസ് ചെയ്ത പാർട്ടീസ് നിന്ന നിൽപ്പിൽ മിസ്സായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നമ്മളാരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ. എല്ലാത്തിലും ഉണ്ട്. ഒന്നിലെ ഫോട്ടോ ഉള്ളൂ, അതിലെടുത്തു. ടീച്ചറെ സസ്പെൻഡ് ചെയ്തു. പിക്നിക്കിന്റെ ചാർജ് വഹിച്ചിരുന്ന ടീച്ചർ ദേവികയെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് റൈറ്റ് റെവറന്റ് ഫാദർ മണ്ണത്ത് അറിയിച്ചു. രക്ഷാകർതൃ സംഘടനയുടെ മുഖ്യ ആവശ്യങ്ങളിലൊന്നും ഇത് തന്നെയാണെന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പോലീസ് പിന്നാലെയുണ്ട്. DPA എൻക്വയറിക്ക് ഓർഡർ ഇട്ടിട്ടുണ്ട്. വേണമെന്ന് വെച്ചാൽ അവളെ അവർക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. സാലിയോട് കളിക്കാൻ വന്നിട്ട് ഇപ്പൊ എന്തായി ദേവിക മോളെ? ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ ഞങ്ങൾ അവിടെ ഉണ്ടാവില്ലെങ്കിൽ ടീച്ചർ സ്കൂളിൽ ഉണ്ടാവില്ല എന്ന്. പിന്നെ ഇന്നത്തെ ഡേ നമുക്കൊന്ന് പ്ലാൻ ചെയ്യണം. ചെയ്തു. ഞാൻ മിസ്റ്റർ നമ്പീഷിനെ കാണാൻ പോകുന്നു. നീ മിസ്റ്റർ മേജിന്റെ ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നു. ഒരു 2 ദിവസത്തേക്ക് യാത്ര ഒറ്റയ്ക്കൊറ്റ. നോ ട്വിൻ ബിസിനസ്. ഗുഡ് മോർണിംഗ് മേജർ സർ. Good morning. Good morning. ഓ, യു ലുക്ക് വണ്ടർഫുൾ. Thank you. എലിൻഡ വരുന്നുണ്ട്. വരട്ടെ. ഞാൻ സമയത്തിന് റെഡിയായിന്നേ ഉള്ളൂ. I have to be punctual, you know, because I am an army man. ഗുഡ് മോർണിംഗ്. Oh, come on. I can suggest you some better outdoors. Fine. Professional photographers-ന് പറ്റിയ സ്ഥലങ്ങളുണ്ട് പുറത്ത്. വരൂ. There. Now you go there. There. Still there. കുഞ്ഞെ, അതിയോട്ട് നടത്തിക്കല്ലേ. ചൈനീസ് അറ്റാക്ക് വെടിയുണ്ട കാല മുട്ടുകളയില്ല. ഇതിന്റെ ഉള്ളിൽ ഫിലിമുണ്ടോ? എവിടെ? ഇത് മിസ്റ്റർ നമ്പീശന്റെ പാടകം. ഇത് അദ്ദേഹത്തിന്റെ തന്നെ പെർക്കഷൻ. ഇത് പുള്ളിയുടെ തന്നെ വേറെന്തോ വികൃതി. ഇതൊരു പെർഫോമൻസാ പുള്ളിയുടെ. പുള്ളിയും ഗ്രൂപ്പും കൂടാ. പക്ഷെ പുള്ളിയാ ലീഡിങ്. രസമാ കശി. വയസ്സന. പക്ഷെ പുള്ളിയാള് മുറ്റാന്നാ തോന്നുന്നേ. ഏതായാലും ഒരു ദിവസം പോയി കിട്ടി. അതൊരു ക്രൂഷ്യൽ പകല്. പിന്നെ അവിടെ പോയതുകൊണ്ട് വേറൊന്ന് കിട്ടിയിട്ടുണ്ട്. നിനക്കൊരു ജോലി. ജോലിയോ? ഒരു ആന്റിക്കാർട്സില്. ആന്റിക്കാർട്സിലോ? ഈ പുരാവസ്തു. അയ്യേ, എനിക്കൊന്നും വയ്യ. നീ ഇത് കേക്ക് കൂട്ടി. എന്തെങ്കിലും ഒരു വരായുള്ളത് നല്ലതായിപ്പോ. ഇത് പിന്നെ വലിയൊരു ജോലിയൊന്നുമല്ല.
രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. സെയിൽസ് ഗേളാ? എന്ന് പറഞ്ഞൂടാ, സെയിൽസ് ഗൈഡ് എന്നാ പുള്ളി പറഞ്ഞത്. ഈ പഴയ വിളക്കും സ്റ്റാച്യൂസും ഒക്കെ ഇല്ലേ, അത് വാങ്ങാൻ വരുന്നത് കൂടുതലും ഫോറിനേഴ്സാ. അപ്പൊ അവരോട് ഇന്ത്യൻ ആർട്ടിനെ പറ്റിയും 18th സെഞ്ചുറി സ്കൾപ്ചറിനെ പറ്റിയും ഒക്കെ ചുമ്മാ ഓരോന്നടിച്ച് സാധനം വിൽപ്പിക്കുക. ഇതേ ഉള്ളു പണി. ഞാൻ നോക്കിയപ്പം നമുക്ക് പറ്റിയ സ്ഥലമാ. നാട്ടുകാരധികം വരുന്ന കോളില്ല പുള്ളിയുടെ സംസാരം കേട്ടിട്ട്. ആരെ ഈ പാർട്ടി? അത് വൺ മിസ്റ്റർ ജഗദീഷ്. ചെറുപ്പം? ഏയ് കിളവൻ, നമ്പീസിനെ കടത്തി വെട്ടുന്ന ഒരു പുരാവസ്തു. വേണ്ടായിരുന്നു. അങ്ങനെ പറയല്ലേ മോളെ. എന്നാ പിന്നെ നിനക്കതങ്ങ് ഏറ്റാ പോരായിരുന്നോ? അതെങ്ങനെ? ഞാനൊരു സ്റ്റുഡന്റ് ഓഫ് കഥകളി മാത്രമല്ലേ. നിന്നെ ഞാൻ എന്തൊക്കെയായിട്ടാ കയറ്റി വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? പെയിന്റർ, ആർക്കിടെക്ട്, ആർട്ട് സ്റ്റുഡന്റ്, സ്കൾപ്ചർ, ഫോട്ടോഗ്രാഫർ, വാട്ട് നോട്ട്. നമുക്ക് പോയി നോക്കാം. പറ്റുന്നില്ലെന്ന് കണ്ടാ നമുക്ക് വരിയാലോ. പേടിക്കാനൊന്നുമില്ല. അവിടെ വരുന്നത് വല്ല മുതുക്കം വിദേശികളോ മാർവാടികളോ ഒക്കെ ആയിരിക്കും. എല്ലാം കിറുക്കന്മാരായിരിക്കും എന്നുള്ള ഉറപ്പാ. ഇത് ഗുളികയാന്നാ തോന്നുന്നേ. ഞാൻ വരുന്നതിന് മുമ്പേ നിങ്ങൾ ഇവിടെ ഇരിക്കുക. എന്റെ ഫുഡ് കഴിഞ്ഞിട്ടും നിങ്ങൾ ഇങ്ങനെ കുത്തിപ്പറക്കിയിരിക്കുന്ന കണ്ടുകൊണ്ട് ചോദിച്ചാ. No, we are just... അവിടെ ഇരുന്ന് നോക്കുമ്പം ആദ്യം തോന്നിയത് ഏതോ ഒരു പയ്യൻ ഒരു പെണ്ണിനെ മറച്ചോണ്ട് വന്നിരിക്കാന്ന്. അതാ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വെച്ച് ഞാൻ കണ്ണോട് ശരി പറഞ്ഞ്, അല്ലാതെ ഗുളിയെ LSD ഒന്നും അല്ല. ഈ കുട്ടിയെ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. ഇല്ല. ഇല്ലേ? ഇല്ല. എന്നെ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല എന്നതിന് എന്താ ഉറപ്പ്? ആ ബില്ലിങ് നേര് പറയാന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. കുട്ടിയുടെ പേരെന്താ? വത്സ അബ്രഹാം. കള്ളം. കുട്ടിയുടെ? ശ്വേത. ശ്വേത. കള്ളം. ഞാനേ കൊച്ചുനാളിൽ ഒരുപാട് കള്ളം പറയുമായിരുന്നു. അത് കാരണം ഈ കള്ളം പറയുന്ന കേട്ടാ എനിക്ക് അപ്പം അറിയാം. അതുകൊണ്ട് ഇവിടെ എന്താ? ഭക്ഷണം കഴിക്കുന്നു. ഓ, ഇവിടെ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഉദ്ദേശിച്ച റെസ്റ്റോറന്റ് അല്ല. ഈ ടൗണിൽ എന്താ, ഈ സ്ഥലത്ത് എന്താ? നിങ്ങൾ സ്റ്റുഡൻസ് ആണോ, വർക്കിംഗ് ഗേൾസ് ആണോ, അതോ ചുമ്മാ കറങ്ങി നടക്കുന്ന കക്ഷികളാണോ? We are tourists, rather students traveling. ഓ, ഇവിടെ എത്ര ദിവസമായി വന്നിട്ട്? ഇവിടെ എന്ന് പറയുമ്പോ ഈ റെസ്റ്റോറന്റിലല്ല. ഞങ്ങൾ 2 ദിവസമായി. മിനിയാന്നെത്തി. കള്ളം. നിങ്ങളെ കഴിഞ്ഞ സൺഡേയും ഇതേ ഹാളിൽ വെച്ച് ഞാൻ കണ്ടല്ലോ. അത് സാരമില്ല, ഒരുപാട് നുണ പറയുമ്പോ 1-2 ഒക്കെ ചീറ്റി പോകും. എന്റെ പേര് ഹരിശങ്കർ. ഫ്രണ്ട്സ് ഹരി എന്നും ശങ്കർ എന്നും ശങ്കു എന്നും വിളിക്കും. മൂന്നാമത് പറഞ്ഞതാ കറക്റ്റ്. ഏത്? ശങ്കുന്നോ അതോ വെറും ചങ്കുന്നോ? എനിക്കും അതേ അഭിപ്രായം തന്നെയാണ്. പക്ഷെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ അങ്ങനെ കയറി വിളിക്കണമെങ്കിൽ ഒരു ചെറിയ പെനാൽറ്റി കെട്ടിവെക്കേണ്ടി വരും. യു ക്യാൻ കോൾ മീ ഐദർ ഹരി ഓർ ശങ്കർ. മറ്റേ നമുക്ക് പിന്നെ തീരുമാനിക്കാം.
ഈ കുട്ടിയുടെ ഫേസ് എനിക്ക് വളരെ പരിചയമുള്ള പോലെ. കഴിഞ്ഞ ആഴ്ച കണ്ടതിന്റെ ആയിരിക്കും. അല്ല, അപ്പൊ ഞാൻ സത്യം പറഞ്ഞ നിങ്ങൾ എങ്ങനെ ശ്രദ്ധിച്ചില്ല? ഒരു ടീ കൂടെ പറയട്ടെ? വേണ്ട, താങ്ക്സ്. കുട്ടിക്കൊരു ടീയാ എന്താ? ഞാൻ ടീ. അങ്ങനെ ഇപ്പൊ പേടിച്ചോണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് നിങ്ങളെ ഉപദ്രവിക്കണമെന്നോ ഡിസ്റ്റർബ് ചെയ്യണമെന്നോ വല്ല ട്രാപ്പിലും കൊടുക്കണമെന്നോ പിടിപ്പിക്കണമെന്നോ അതൊന്നുമല്ല. ചുമ്മാ ഒന്ന് വളച്ചു നോക്കണമെന്നോ ഒന്നും ഉദ്ദേശമില്ല. ഇങ്ങോട്ട് വന്ന് തലയിൽ കയറിയപ്പം ആരടാ ഇവൻ എന്നൊന്നും തിരക്കണം തോന്നി, അല്ലാതെ വേറൊന്നുമില്ല. ഈ കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. എപ്പോഴും അതിനെ റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. ഓ, ലോക്കൽ ഗാർഡിയൻ നമ്മളായിരിക്കും അല്ലേ? ആ, എന്നാ എന്നെ കൂട്ടിക്കോ. ലോക്കൽ ഗാർഡിയന്റെ പെർമിഷനോടെ എനിക്ക് മിസ് വത്സ മാത്യുവായിട്ടൊന്ന് സംസാരിക്കാം. വത്സ മാത്യോ, വത്സ ചെറിയാനോ? വത്സ എബ്രഹാം. അങ്ങനെ തന്നെയാണോ അപ്പോഴേം പറഞ്ഞത്? തെറ്റുപറ്റിയിട്ടില്ലല്ലോ? ഇല്ല. കണ്ടിട്ടൊരു വെറും മത്സലെ പോലിരിക്കുന്നു. നിങ്ങക്ക് എന്താ വേണ്ടേ? പറഞ്ഞല്ലോ, ശ്വേതക്കുട്ടി എന്നോട് വെറുതെ ചൂടായിട്ട് കാര്യമില്ല, ചൂടാകേണ്ട കാര്യമില്ല. കണ്ടു, ആരാന്നറിയാൻ ഒരു ക്യൂരിയോസിറ്റി തോന്നി, ചോദിച്ചു. നിങ്ങൾ കുറെ കള്ളം പറഞ്ഞു, ഞാൻ എന്റെ സത്യം പറഞ്ഞു. അത്രയല്ലേ സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ നിങ്ങളെ അനാശാസ്യ പ്രവൃത്തികൾക്ക് ഞാൻ പ്രേരിപ്പിച്ചിട്ടില്ല. പോലീസിന് ഫോൺ ചെയ്യുന്നവർ വരട്ടിയില്ല, ഫോൺ ചെയ്തില്ല. പോലീസിന് ഫോൺ ചെയ്യാൻ ഞങ്ങളാരാ? ടെററിസ്റ്റാ? അതാരാണെന്ന് പറയിപ്പിക്കേണ്ടത് പിന്നെ അവരുടെ പണിയാ. ചുമ്മാ വിളിക്കാമല്ലോ. 2 പെൺകുട്ടികളെ ഇങ്ങനെ സസ്പീഷ്യസ് ചുറ്റുപാടിൽ കാണുന്നു, അവർ നേര് പറയുന്നില്ല. അനോണിമസ് ആയിട്ട് വിളിച്ചു പറഞ്ഞാ പോരെ? ആ ഫോൺ അവിടെ ഇരിക്കുന്നുണ്ട്. പെൺപിള്ളാരെന്ന് പറഞ്ഞാലേ പോലീസ് ഡിം ഇവിടെ എത്തും. എനിക്ക് വിളിച്ചു വരാ. പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അറിയാതെ ഞാൻ നേരത്തെ ചെയ്യുമായിരുന്നല്ലോ. നിങ്ങൾ ആരായാലും എനിക്കെന്താ? വീൽ പാർട്ട് ആസ് ഫ്രണ്ട്സ് ബട്ട് സ്ട്രേഞ്ചേഴ്സ്. നിങ്ങൾ ആരാ? നിങ്ങളെ പോലെ തന്നെ പുറത്താക്കപ്പെട്ട ഒരുത്തൻ എന്ന് മാത്രമേ പറഞ്ഞാൽ മതി. നിങ്ങൾ ചിലപ്പോ നിങ്ങളായിട്ട് പുറത്തായിരിക്കും, എന്നെ മറ്റുള്ളവരെ ചവിട്ടി പുറത്താക്കിയതായിരിക്കും. പക്ഷെ ബോത്ത് ആർ സെയിം. നിങ്ങളും ടൂറിസ്റ്റാ? അല്ല, ഞാൻ ഈ സിറ്റിയിൽ സ്ഥിരം താമസിക്കുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നാളെ പറയാം. ഇഫ് യു ഡോണ്ട് മൈൻഡ്, നമുക്ക് ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. സേ ബൈ 5 o'clock. ഏതായാലും ഞാനിവിടെ ഉണ്ടാവും. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നിങ്ങളെ പോലെ തന്നെ. വരണം തോന്നിയാ വരാം. Come on, we'll go. See you.